ഹരേ കൃഷ്ണ. മേടം രാശിക്കാർക്ക് 13 ജൂലൈ മുതൽ 27 നവംബർ വരെ ശനിദേവൻ മാർഗിയിൽ നിന്നും വക്രിയിലേക്ക്. ഈ സമയം മേടം രാശിക്കാർക്ക് 7.5 ശനിയുടെ ആദ്യത്തെ ചരണം നടക്കുകയാണ്. ഇതാ ഇപ്പോൾ ശനിദേവ് വക്രി അവസ്ഥയിലും. അപ്പോൾ മേടം രാശിക്കാർക്ക് ശനിദേവ് എന്തെല്ലാം ഫലങ്ങൾ ആയിരിക്കും കൊടുക്കുന്നത്? നെഗറ്റീവാണോ പോസിറ്റീവാണോ? വീഡിയോ എൻ്റെ വരെ കാണുക. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. ഈ വീഡിയോ ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ അവരുടെ ഗതി അനുസരിച്ച് പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സമയം ഒരു ചക്രം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ ഈ സാധാരണഗതിയിൽ എന്ന് പറഞ്ഞാൽ മാർഗി അവസ്ഥ, മാർഗി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു പ്ലാനറ്റ് ചലിക്കുന്നതിനെയാണ്. അപ്പോൾ ഈ മാർഗി അവസ്ഥയിൽ നിന്നും വക്രി അവസ്ഥയിലേക്ക് വരുന്നു. ഈ സമയം പരിക്രമണം ചെയ്യുന്ന ഈ സമയം ഏതെങ്കിലും ഒരു ഗ്രഹം സ്ലോ ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് വക്രി അവസ്ഥയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയം ശനിദേവാണ് വക്രി അവസ്ഥയിൽ വന്നിരിക്കുന്നത്, റെട്രോഗ്രേഡ് അവസ്ഥയിൽ. മേടം രാശിക്കാർക്ക് ശനിദേവ് വക്രിയായിരിക്കുന്നത് 12ാമത്തെ ഹൗസിൽ. 12ാമത്തെ ഹൗസ് എന്ന് പറയുന്നത് 12ാമത്തെ ഭാവം വിദേശത്തിൻ്റെ നഷ്ടങ്ങളുടെ, ഹോസ്പിറ്റലിൻ്റെ ചിലവുകളുടെ, രോഗത്തിൻ്റെ, മോക്ഷത്തിൻ്റെ ഇതൊക്കെയാണ്. ശനിദേവ് വക്രിയാകുന്നത് ജൂലൈ 13 മുതൽ നവംബർ 27 വരെ ആയിരിക്കും. ഈ സമയം എന്തെങ്കിലും നമ്മുടെ പക്കൽ നിന്നും ദൂരെ പോകുന്നത്, നമ്മുടെ വീട്ടിൽ നിന്നും ദൂരെ മാറി നിൽക്കുന്നത്, അപ്പോൾ ഇതെല്ലാം ഈ സമയം നിങ്ങൾക്ക് അനുഭവപ്പെടാവുന്നതായിരിക്കും. ഈ സമയം നിങ്ങളുടെ സംസാരത്തിൽ പിടിവാശികളൊന്നും കൊണ്ടുവരാതിരിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും, നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ നിന്നും, ദാമ്പത്യ ജീവിതത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് റിസൾട്ട് വരാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് ജീവിക്കുക. നിങ്ങൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി മാത്രം സംസാരിക്കുക, ബന്ധങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടി. 10ാമത്തെ ഹൗസിൻ്റെ സ്വാമിയാണ് 12ാമത്തെ ഹൗസിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച്, ഒരു ട്രാൻസ്ഫർ, എന്തെങ്കിലും ഒരു പരിവർത്തനം ഏതെങ്കിലും വിധത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സമയം വിദേശയാത്ര ആഗ്രഹിക്കുന്നവർ, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർ, ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. ശനിയുടെ ദൃഷ്ടി 6ാമത്തെ ഹൗസിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഇലീഗൽ ജോലിയൊക്കെ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ ബന്ധമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒക്കെ മാറി നിൽക്കുവാൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ കുറ്റം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഇലീഗൽ ജോലിയുമായി ബന്ധമുള്ളവർ, അതിൽ ഇൻവോൾവ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോർട്ട് കേസുകളിലൊക്കെ പെടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ച് മാത്രം നിൽക്കുക. എന്തെന്നാൽ 30 വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് 7.5 ശനി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ സമയം ലോങ് ട്രാവലിംഗ്, അതുപോലെ തന്നെ തീർത്ഥാടനം, പുതിയത് എന്തൊക്കെയോ ചെയ്യുന്നതിനുള്ള ഒരു സാധ്യത, വീട്ടിലും ഓഫീസിലും ടെക്നിക്കൽ ആയിട്ടുള്ള മെഷീനറീസൊക്കെ റിപ്പയർ ചെയ്യുന്നതിനും വാങ്ങിക്കുന്നതിനുമുള്ള സാധ്യത ഈ സമയം കൂടുതലാണ്. അതുപോലെ തന്നെ ഇരുമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കുന്നതോ അത് റിപ്പയർ ചെയ്യുന്നതിനോ ഉള്ള നല്ല സമയം. ഈ സമയം നിങ്ങളുടെ ജോലി സ്ഥലത്തും വീട്ടിലും ഉത്തരവാദിത്തങ്ങൾ കൂടുന്നതിനുള്ള സമയമാണ്. അതുപോലെ തന്നെ ട്രേഡിങ്ങും പ്രോപ്പർട്ടി ഡീലിങ്ങും ഒക്കെ ചെയ്യുന്നവർ സെക്കൻഡ് ഒപ്പീനിയൻ ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ ശനിയുടെ ദൃഷ്ടി 9ാം ഹൗസിലുമുണ്ട്. അപ്പോൾ 9ാമത്തെ ഹൗസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ഹൗസ്. അപ്പോൾ ഈ ഫലങ്ങളെല്ലാം നിങ്ങളുടെ ജന്മകുണ്ടലിൽ ശനിയുടെ സ്ഥാനം ഉച്ചസ്ഥിതിയിലായിരിക്കണം. അപ്പോൾ 7.5 ശനിയുടെയും വക്രി ശനിയുടെയും പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
ശനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കർമ്മമനുസരിച്ച് ഫലം തരുന്ന ഗ്രഹം. നീചസ്ഥിതിയിൽ ഉള്ളവർക്ക് ശനി കഷ്ടതകൾ തരും. അതുപോലെ തന്നെ ഉച്ചസ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് നല്ല ഫേവറായിട്ടുള്ള സമയവും ആയിരിക്കും. നിങ്ങളുടെ ജന്മകുണ്ടലിൽ ശനിയുടെ പ്ലേസ്മെൻറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ശനിയുടെ വക്രിയാവസ്ഥയിലുള്ള ഈ സമയം നിങ്ങൾക്ക് ലോങ് ട്രാവൽ, റിലേഷൻ, ലവ് റിലേഷൻ, മാരീഡ് ലൈഫ്, ഫാമിലി ലൈഫ്, അപ്പോൾ എല്ലാ റിലേഷനിലും നിങ്ങൾ സംസാരം നിങ്ങൾ നിയന്ത്രിക്കുക. പിന്നെ നിങ്ങളുടെ ജോലിയിൽ ചേഞ്ച് കൊണ്ടുവരാം. പ്രൊഫൈൽ ചേഞ്ച്, ട്രാൻസ്ഫർ, ഫോറിൻ ട്രിപ്പ് മുതലായവ എന്തെങ്കിലും ഈ സമയം വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഉപായങ്ങൾ എന്തൊക്കെ? ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക. ശനി നീചസ്ഥിതിയിൽ ഉള്ളവർ ശനി മന്ത്രം 108 പ്രാവശ്യം തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ കറുത്ത കളറുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കറുത്ത ഉഴുന്നൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള എള്ള, ഇതൊക്കെ കറുത്ത വസ്ത്രങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ദാനം ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ലതായിരിക്കും. ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക. ഏറ്റവും വലിയ ഉപായം എന്ന് പറയുന്നത് മാതാപിതാക്കളെ സംരക്ഷിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്തു കൊടുക്കുക. അവർക്ക് വേണ്ടി ഒരു ദിവസം അരമണിക്കൂറേലും ചിലവഴിക്കുക. അതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഹരികൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു.